കാണാത്തത് കാണണതെന്തേ പ്രേമമതി നീ നോക്കണതേ വാടാത്തൊരു പൂക്കാലം വരവാകുന്നു. കാണാത്തത് കാണണതെന്തേ പ്രേമമതി നീ നോക്കണതേ വാടാത്തൊരു പൂക്കാലം വരവാകുന്നു. വന്നിട്ടുണ്ടേ വിരിഞ്ഞിട്ടുണ്ടേ നിന്നെ കൊണ്ടേ പറക്കണ മോഹങ്ങൾ. I was like, I want a Kingani in my filmography എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊരു മാൻ ആയതുകൊണ്ട് ചില സമയത്ത് എനിക്ക് അങ്ങനെ എഴുതുമ്പോഴത്തേക്കും അത്ര എംപത്തായിട്ടൊന്നും എഴുതാനൊന്നും പറ്റത്തില്ല. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ അങ്ങനെ പൊളിറ്റിക്കലി ഒക്കെ അവെയർ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഉണ്ടാക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്, വളരെ കുറവാണ്. പുതിയതായിട്ടൊരു ചേട്ടൻ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു 3 സെക്കൻഡ് ഒരു ചിരി വേണം, ഒരു വേരിയേഷൻ വേണമെന്ന് പറയത്തില്ല. ചേട്ടാ ഒന്ന് ചിരിച്ച് ഓക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കുകയും രാത്രിയൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും പിറ്റേ ദിവസം ഒന്നും പാട്ടൊന്നും ചിലപ്പം അയക്കാൻ പറ്റൂലായിരിക്കും. അപ്പം പിന്നെ ആ കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞ് സെറ്റ് ചെയ്താൽ മതി എന്നൊക്കെ ഉള്ളതൊന്നുമില്ലേ. അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ട് തന്നെ ക്യാരക്ടർ ഡീറ്റെയിലിംഗിൽ ഐ ഹാവ് മൈ സ്ട്രെങ്സ് ഇൻ ദാറ്റ് ഏരിയ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത്. ഇറ്റ്സ് വെരി എൻറിച്ചിങ് ദാറ്റ് പ്രോസസ്. So to work with somebody who has skills that you don't have, then you start picking up those skills slowly by association. നമസ്കാരം. മീഡിയ വണ്ണോടൊപ്പം 4.5 സംഘത്തിൻ്റെ സ്രഷ്ടാക്കളും അതിലെ മറ്റ് അംഗങ്ങളുമാണുള്ളത്. ഓരോരുത്തരായിട്ട് പേര് എടുത്തു പറയുന്നതിനേക്കാളും ഞാൻ ചോദ്യത്തിൽ തന്നെ അങ്ങനെ പോവാം. ഐ സ്റ്റാർട്ട് വിത്ത് ക്യാപ്റ്റൻ. സോ 4.5 സംഘം, സംഭവം വരുന്ന 4.5 സംഘം, ഇതിനു മുന്നേ ആവാസവ്യൂഹം, ഈ പേരുകളിൽ ഭയങ്കര രസമുള്ളൊരു ഹുക്കിംഗ് ഫാക്ടർ കൊടുക്കുന്നില്ലേ? ഈ പേരാണോ ആദ്യം ഇടുന്നത്, ഏറ്റവും അവസാനമാണോ പേരിലേക്ക് എത്തുന്നത്? ഈ ഒരു ട്രിക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? 4 സംഘത്തിൻ്റെ അവസാനമാണ് പേരിട്ടത്. ആവാസവ്യൂഹം ഇടയിൽ വെച്ചിട്ട് ജൈവ വിദ്യാവാസവ്യൂഹം എന്നായിരുന്നു ആദ്യത്തെ പേര്. ജൈവ വൈവിധ്യ ആവാസ വ്യൂഹം. അല്ലപ്പം അതിൽ നിന്ന് അപ്പോൾ പേര് ഇടയിൽ ചിലതൊക്കെ പേര് വരുന്നത്, ചിലത് അങ്ങനെ അല്ലാതെ അങ്ങനെ പ്രോസസ്സൊന്നുമില്ല, വലുതായിരിക്കണം. ഇടയ്ക്ക് ആലോചിക്കും ഈ വൃത്താകൃതിയിലുള്ള ചതുരം, ഇതൊക്കെ എങ്ങനെയാ ഒരാളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കത്തുന്നതെന്ന് നമുക്ക് തോന്നും. അല്ല, അത് എവിടെ നിന്ന് കിട്ടിയതാണ് എന്നുവെച്ചാൽ ഈ ജോമെട്രിക് ലിംബോ അല്ലെങ്കിൽ ഒരു ഒരു സ്ക്വയർ പെഗിന് റൗണ്ട് ഹോൾ എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയ വന്നപ്പോഴത്തേക്കും അതിൽ നിന്ന് ഈ 4.5 സംഘത്തിൻ്റെ കഥയാണ്. ഈ 4.5 സംഘത്തിൻ്റെ കഥ ഒരു സ്ഥലത്തിൻ്റെ, ഒരു തിരുവനന്തപുരം എന്ന് നമുക്ക് തോന്നുന്ന പോലത്തെ ഒരു സ്ഥലത്തിൻ്റെ കഥ ആയിട്ട് അത് മാറുന്നുണ്ട്. അവിടുത്തെ ഒരുപാട് ആളുകളുടെ അതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്സ് കൂടെ അതിനകത്തേക്ക് വരികയാണല്ലോ. നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ട് തന്നെ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ടായി തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ ജോഗ്രഫിയെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇൻറ്റൻസ് ആയിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ട്? ഇതിൽ പൊളിറ്റിക്കൽ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലാതെ ഐ എം ടെല്ലിങ് ദ സ്റ്റോറി ഓഫ് സം പീപ്പിൾ. അപ്പോൾ ആ പീപ്പിളിൻ്റെ അവരുടെ ഡൈനാമിക്സ് ഓഫ് ദർ എൻവയോൺമെൻറ്റിൽ രാഷ്ട്രീയം ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ആൾക്കാരുടെ കഥ പറഞ്ഞിട്ട് അങ്ങനെയല്ല, ഈ മനുഷ്യനും അവരുടെ ചുറ്റുവട്ടവും പറയുമ്പോഴത്തേക്കും ആ രാഷ്ട്രീയം ക്ലീൻ ആയിട്ട് പുറത്തു വന്നു. പിന്നെ ഞാനും അങ്ങനത്തെ അങ്ങനത്തെ സ്പേസസിൽ താമസിച്ചിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ്. ആൻഡ് ദ ഫുൾ കേരളം നോക്കിയാൽ അങ്ങനത്തെ ഒരു വലിയ സ്പേസാണ് നോക്കുമ്പോൾ. അപ്പോൾ ഇത് അത്രയുള്ള തന്നെ. ഓക്കെ, ഐ വിൽ കം ടു ആക്ടേഴ്സ് നൗ. ലൈക്ക് ശാന്തി ആൻഡ് വിഷ്ണു, നിങ്ങൾ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ആണെങ്കിൽ വളരെ കുറച്ച് ഡയലോഗുകളാണ്. ലൈക്ക് വോക്കലി ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ അതിനേക്കാൾ കൂടുതലായിട്ട് യുവർ ബോഡി ഈസ് വർക്കിംഗ്. ശാന്തിയുടെ ക്യാരക്ടറിലെ ഒരു നാണം കുണുങ്ങി നോക്കുമ്പോൾ പോലും വി ആർ ഫീലിംഗ് സംതിങ് മോർ. സോ ഹൗ വാസ് ദ ഫസ്റ്റ് നരേഷൻ? കൃഷാന്ത് തന്നിട്ടുള്ളൊരു ഫീഡ് എന്തായിരുന്നു? അതിന്ന് ഇതിലേക്ക് എത്തുന്ന സമയത്ത് ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ഹർ. ഹൗ വാസ് ദാറ്റ് ഫീലിംഗ്? കൃഷാന്തിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കൃഷാന്ത് വിളിച്ചപ്പോൾ തന്നെ ഐ വാസ് റിയലി എക്സൈറ്റഡ്.
പിന്നെ കിങ്ങിണി എന്നാണ് ക്യാരക്ടറിന്റെ പേരെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് ഫ്ലോഡ്. എനിക്ക് പൂച്ചകളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാരണമായിരിക്കും കിങ്ങിണി എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമായി. I was like, I want a Kingani in my filmography എന്ന് പറഞ്ഞു. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് വായിക്കാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വായിച്ചപ്പോൾ തന്നെ ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഐ വാസ് റീഡിങ് എ സ്ക്രിപ്റ്റ് റിട്ടൺ ബൈ കൃഷാന്ത്. അപ്പോൾ അത് ഭയങ്കര ഇൻവോൾവ് ആയിട്ട് വായിക്കേണ്ട ഒരു സ്ക്രിപ്റ്റാണ്. കാരണം ഒരു 2 സെന്റൻസ് നമ്മൾ ഓടിച്ച് വായിച്ച് സ്കിപ്പ് ചെയ്ത് അതിൽ എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ ഡീറ്റെയിൽ ഉണ്ടാവും വിച്ച് വിൽ മിസ്. അപ്പോൾ അതുപോലെ ആയിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. എല്ലാ സെന്റൻസിലും എന്തെങ്കിലും ക്രൂഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടാവും. ഒരു പ്ലേസ് ഹോൾഡറോ ഒരു ഫില്ലർ സെന്റൻസസോ ഇല്ല ആ സ്ക്രിപ്റ്റിൽ. അപ്പൊ അതുപോലെ എൻജോയ് ചെയ്ത് വായിച്ചതാണ്. അപ്പോൾ ഈ ഒരു ലോകത്തിന്റെ ഭാഗമാവാൻ പറ്റുക എന്നുള്ളതിലായിരുന്നു എൻ്റെ എക്സൈറ്റ്മെന്റ്. അപ്പം കൃഷാന്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇപ്പോൾ ഞാൻ മസ്തിഷ്ക മരണത്തിലും വർക്ക് ചെയ്തു. സോ മൈ എക്സ്പീരിയൻസ് ഹസ് ബീൻ വെരി പോസിറ്റീവ്. ഭയങ്കര കൊളാബറേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ കിങ്ങിണിയെ ഇച്ചിരി കൂടെ ഫ്ലഷ് ഔട്ട് ചെയ്യാനൊക്കെ കൃഷാന്ത് ഗേവ് മീ ദ സ്പേസ് ടു ഡിസ്കസ് വിത്ത് ഹിം ഹൗ ടു, ലൈക്ക് യു സെഡ്, കുറവ് സീനുകളേ ഉള്ളൂ, കുറവ് ഡയലോഗ്സേ ഉള്ളൂ. പക്ഷെ ഉള്ള സ്പേസിൽ ആ ക്യാരക്ടറിനെ ഇച്ചിരി കൂടെ ഒരു ഹോൾസും എങ്ങനെ ആക്കാൻ പറ്റും എന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ക്യാരക്ടർ 3 ഏജസിലൂടെയും കടന്നു പോകുന്ന കാരണം അതിന്റെ ലുക്ക് ഡിസൈൻ ചെയ്യാനും ഒക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ട്. അപ്പോൾ സോ ഇറ്റ് വാസ് വെരി ഫുൾഫില്ലിംഗ് ആ പ്രോസസ്. പിന്നെ ഇത്രയും വലിയൊരു ടീമിന്റെ ഭാഗമാവുക, ഇത്രയും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ്, പിന്നെ ഒരു ഭയങ്കര ഒരു അമേസിംഗ് ക്രിയേറ്റീവ് കൊളാബറേറ്റേഴ്സിന്റെ കൂടെയാണ് കൃഷാന്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലോകം സ്ക്രീനിലേക്ക് എത്തുമ്പോൾ എങ്ങനെ ഇരിക്കുന്ന അറിയാനുള്ള ആകാംക്ഷ എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ ദ പ്രിവ്യൂ. Okay. Now I'll come to you. Your body itself as a character, like അത് ഒരു കൈ അത് അനങ്ങാതെ പിടിക്കുന്നു. അതിന് മുന്നേ ഉള്ള ക്യാരക്ടർ കാണിക്കുമ്പോൾ ഇറ്റ്സ് റിവീലിംഗ് ലൈക്ക് വാട്ട് യു വേർ. ലൈക്ക് പിന്നീട് വരുന്നത് ആ ആളുടെ യാത്ര, ഇടയ്ക്ക് കയറി വരുന്നു, ഇടയ്ക്ക് ആൾ മിസ്സാവുന്നു. ഈ ഒരു രസമുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, ഇടയ്ക്ക് ആളുകളിലേക്ക് വന്നിട്ട് ഒരു സാധനം ഇട്ട് കൊടുക്കുന്നു, ഫെയ്ഡ് ആവുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഐ മീൻ അതിൽ ഒരു കൈ ജസ്റ്റ് സ്വാധീനക്കുറവ് ഉള്ള ആ ഒരു ഇതിൽ നമ്മൾ പല സമയത്തും ഇതിൽ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അറിയാണ്ട് നമ്മുടെ കൈ, അങ്ങനത്തെ ഷോട്ട്സ് ഒരുപാട് മാൻ കൈ അനങ്ങി എന്ന് പറഞ്ഞിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ പേലക്കുട്ടന്റെ ക്യാരക്ടർ പറയുമ്പോൾ ഞാൻ സംഘർഷഘടനയിൽ വർക്ക് ചെയ്തു കൃഷാന്തിനോട്. അപ്പൊ എനിക്ക് കൃഷാന്തിന്റെ ഫിലിം മേക്കറിനോട് ഭയങ്കര ട്രസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനൊരു പറയുന്നത് ഈ ക്യാരക്ടർ താൻ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പൊ പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ആലോചിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസ്ക് ഇങ്ങനെയല്ലേ. അപ്പൊ പിന്നെ ഞാൻ ഒരാൾ അങ്ങനെ റിസ്ക് എടുക്കുമ്പോൾ അത് ചെയ്യാം, അങ്ങനെ ചെയ്തു ബ്രോ. ഓക്കെ. ഈ ഒരു കൈ വെച്ചിട്ടുള്ള ഫൈറ്റ് ഇല്ലേ, ഉത്സവ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ഫൈറ്റ് ഇല്ലേ, അത് ലൈക്ക് ഇറ്റ്സ് വെരി റിസ്കി അല്ലേ? യു കനോട്ട് മൂവ്, നേരത്തെ പറഞ്ഞ പോലെ. അത് എത്രത്തോളം ലൈക്ക് അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫോർ എൻ ആക്ടർ അത് എത്രത്തോളം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് വന്നു? എനിക്ക് തോന്നുന്നത് വെച്ചാൽ പ്ലേ ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ റിയാലിറ്റി അല്ലെങ്കിൽ ലൈൻസ്, നമ്മൾ ആരോടാണ് സംസാരിക്കുന്ന അവരുമായിട്ടുള്ള നമ്മുടെ ഡൈനാമിക്സ് ഉണ്ട്, ഇങ്ങനത്തെയൊക്കെ ആലോചനയോടൊപ്പം തന്നെ നമുക്ക് കീനായിട്ട് ഒരു സ്ഥലം ഫിസിക്കൽ ഡിസിപ്ലിൻ വേണം എന്നുള്ള സ്ഥലവും കൂടെ അതിനകത്തോട്ട് ആഡ് ഓൺ ആകുമെന്ന് തോന്നുന്നു. അതിന്റെ അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് തൊട്ട് മുമ്പ് കുറേ സമയങ്ങളിൽ അതുവഴിയൊക്കെ ഇത് അനക്കാതെ നടന്നൊക്കെ അങ്ങനെ നടക്കുന്നതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഭയങ്കര കൈയൊക്കെ വീശി കൈയൊക്കെ പൊക്കി വന്നിട്ട് പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അനങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ പാരലി ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കുമ്പോൾ എന്നാലും നമുക്ക് ഇടയ്ക്ക് നമ്മുടെ ഫിസിക്കൽ ഡിസിപ്ലിൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അത് വീണ്ടും തിരിച്ച് ഈ അറ്റൻഷനിലേക്ക് പിടിക്കലാണ് എനിക്ക് ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു ജീവിതം പോലല്ലേ പേലക്കുട്ടിയുടെ. ഹീസ് ഓൾസോ ലൈക്ക് ദാറ്റ് അല്ലേ? വെറുതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെതറി നടക്കുന്ന ഒരു ക്യാരക്ടർ. ഇറ്റ് വാസ് റിയലി നൈസ്. ആൻഡ് കമ്മിങ് ടു മ്യൂസിക്, ബാക്കി സൂരജ് ചേട്ടൻ ലൈക്ക് പല യോണറിലാണ് ഇതിന്റെ മ്യൂസിക് വന്നത്. ഒരു റൊമാൻസ് ട്രാക്ക് ഉണ്ട്, ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു ഇൻട്രോയ്ക്ക് കൊടുക്കുന്ന ഒരു പാട്ടുണ്ട്. ലൈക്ക് പല യോണേഴ്സിൽ പല തരത്തിലുള്ള ടേസ്റ്റുകളാണ് മ്യൂസിക്കിൽ ഒന്നിച്ച് വരുന്നത്. ആൻഡ് കൃഷാന്ത് തന്നെ മുന്നേ പറഞ്ഞിട്ട് സീനുകൾ അപ്ലിഫ്റ്റ് ചെയ്യാൻ പാട്ടിനുള്ള സമർത്ഥമായിട്ട് ഉപയോഗിക്കാറുണ്ടെന്ന്. ഹൗ വാസ് ദിസ് എക്സ്പീരിയൻസ് 4.5-ല്? ഞാൻ രണ്ടുപേരോടും കൂടി ചോദിക്കാണ് കേട്ടോ. ഈ ഞങ്ങൾ രണ്ടുപേരും പല രീതിയിലും പല ജോണറൊക്കെ കേൾക്കുന്ന 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് ആണ്. ഞാൻ കേൾക്കുന്ന മ്യൂസിക്കും പല ജോണറിലുള്ള കേൾക്കാറുണ്ട്. വർക്ക് ആസ് എ മ്യൂസിഷ്യൻ കേൾക്കാറുണ്ട്. കേൾവി മാത്രമല്ല, ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നതും 2 സ്ട്രീം ഓഫ് മ്യൂസിക്കിലുള്ള 2 ആൾക്കാരാണ്.
അപ്പോൾ അതിൻ്റെ ഒരു റൈറ്റ് ബാലൻസ് നമുക്ക് കണ്ടെത്താൻ എപ്പോഴും സാധിക്കാറുണ്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ. കാരണം എൻ്റെ ആദ്യത്തെ വർക്കിയുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് വർക്കിയായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത്. വർക്ക് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ കുറേ പാട്ടുകൾ ഇൻഡിപെൻഡൻറ്റ് പ്രോജക്ട്സ് ആണല്ലോ. അതിനുശേഷം എൻ്റെ ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റിൽ എൻ്റെ ഡെബ്യൂ ആൽബത്തിൽ പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഓരോ തവണ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ കൊളാബറേഷൻ സംഭവിച്ചിട്ടുള്ളത്. അത് ഫൈനലി പിന്നെ ഇങ്ങനെ ഒരു വെബ് സീരീസിലേക്ക് അതും 6.5 മണിക്കൂർ നീളമുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് രണ്ട് യൂണിറ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്. ഞാൻ കുറെ പോർഷൻസ് റീൽ മ്യൂസിക് ചെയ്യും, ഇവൻ കുറെ പോർഷൻ ചെയ്യും, ഞാൻ കുറെ പാട്ടുണ്ടാക്കും, ഇവൻ കുറെ പാട്ടുണ്ടാക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ കോമൺലി ഡിസ്കസ് ചെയ്യും. അതിനകത്തും അങ്ങനെയൊക്കെയാണ് ഈ പ്രോസസ്സ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ വർക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ അതിലൊരു എവിടെ ഒരു ബാലൻസ് നമ്മൾ കണ്ടെത്തി എന്നുള്ളതാണ്. ഇത്രയും ഈ ജോണേഴ്സ് വരുന്നത് അതെന്ന് പറഞ്ഞാൽ ഞാൻ സൂരജും വർക്ക് ചെയ്യുന്ന സ്പേസിലും നമ്മൾ ഭയങ്കര എക്സ്പ്ലോറേറ്റീവ് ആണ്. അപ്പം നമ്മൾ കൃഷാന്തിനെ മീറ്റ് ചെയ്യുമ്പം കൃഷാന്ത് ഈക്വലി എക്സ്പ്ലോറേറ്റീവ് ഇൻ ഡിസൈനും. അപ്പം കൃഷാന്തിന്റെ ഈ ആനിമയോടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് താല്പര്യം. അപ്പൊ അത് നമ്മളും തിരിച്ച് അതിനോട് റിഫ്ലക്ട് ചെയ്യുന്നു. വെച്ചാൽ നമുക്കും ഇങ്ങനെ ജിറ്ററി ആയിട്ടുള്ള മെറ്റീരിയൽ നിൽക്കുന്നതും സ്ട്രക്ചറൊക്കെ ഭയങ്കര ഓഫ് ആവുന്നതൊക്കെ നമ്മൾ ഭയങ്കര അതെ പാട്ടെന്ന് പറയുമ്പോൾ പാട്ടെന്ന് പറയുന്ന സങ്കല്പത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ചിലക്ക് കേൾപ്പിക്കുമ്പോഴത്തേക്കും ഇത് വർക്കാണ് മാൻ, പക്ഷെ അതൊന്നും വേറൊരാൾക്ക് വർക്കാവേ ഇല്ല. അല്ല ഇതിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കൃഷ്ണ ഞാൻ പറയുന്നത് ഇപ്പം നമ്മളിപ്പോ സൂരജ് വർക്ക് ചെയ്ത നമ്മുടെ ഡോഗിന്റെ സൗണ്ട് വെച്ചുള്ള ഇറ്റ്സ് സോ ക്രേസി എന്ന് പറഞ്ഞാൽ ഇഫ് സമൺ ലിസൺസ് ടു ഇറ്റ് സഡൻലി ഇപ്പൊ ഡയറക്ടർ നമ്മളിപ്പോ ഒരു ഫൈറ്റ് സീക്വൻസ് അങ്ങനെ പട്ടിയുടെ സൗണ്ട്സ്, പക്ഷെ ഇപ്പൊ ഫൗണ്ട് സൗണ്ട്സ് വെച്ച മ്യൂസിക് ഒക്കെ ഉണ്ട് ഒരുപാട്. പക്ഷെ എന്നാലും അതൊരു വളരെ പോയിന്റ് ആയിട്ടൊരു സീനിലാണ് ആ മ്യൂസിക് പ്ലേസ്ഡ് ഒക്കെ ആയിരിക്കുന്നത്. അതും നമ്മൾ വേറൊരു റാപ്പ് ഉള്ള ഈ വേടന്റെ ചമൽ ട്രാക്ക് ഉണ്ടെങ്കിൽ അതിങ്ങനെ അതിനകത്ത് ഭയങ്കര റോ പെർക്കഷൻസ്. ഈ സാധനം എല്ലാം നമ്മൾ അയച്ചിട്ട് നെക്സ്റ്റ് ഡേ വി ആർ ആന്റിസിപ്പേറ്റിംഗ് എസ് റെസ്പോൺസ്. ഇത് എന്തായിരിക്കും അപ്പൊ പുള്ളി മറ്റേ ഫയർ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പം സഡൻലി ഈ ടൈം ലൈൻ ബേസ്ഡ് ഈ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ചെറിയൊരു മെക്കാനിക്കൽ കൾച്ചറും അതൊക്കെ ഇതിനകത്ത് ഇച്ചിരി ട്രിക്കി തന്നെയാണ് എല്ലാ മ്യൂസിക്സിനും. അപ്പം പക്ഷെ സഡൻലി കൃഷാന്തിനെ പോലെ എക്സ്പ്ലോറേറ്റീവ് സ്പേസിൽ തന്നെ വരുമ്പം പട്ടിയുടെ സൗണ്ട് ആണെങ്കിലും ജസ്റ്റ് വൂൾഫിന്റെ ഹൗൾസ് ഒക്കെ വെച്ചും ഇപ്പൊ മൂങ്ങ എന്നുള്ള ക്യാരക്ടറിന് നമുക്ക് മൂങ്ങയുടെ സൗണ്ടുകൾ കുറച്ച് പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ കുറെ മൂങ്ങയുടെ ഒക്കെ സൗണ്ട്സ് പല സ്ഥലത്ത് പ്ലേസ് ചെയ്ത് ഇതൊക്കെ സഡൻലി മേക്കിംഗ് സെൻസ് വിത്ത് കൃഷാന്താണ്. അപ്പൊ അതുകൊണ്ട് ഈ തിങ് യു ടോക്ഡ് അബൌട്ട് ജോണേഴ്സ്, ഐ തിങ്ക് വിത്ത് കൃഷാന്ത് ഇറ്റ്സ് ഫോംലെസ് പക്ഷെ വിത്ത് എ വിഷൻ ആൻഡ് with very good communication design. How do you get this idea? Like ഇങ്ങനത്തെ മ്യൂസിക് കൊണ്ടുവരാം അല്ലെങ്കിൽ ദിസ് മസ്റ്റ് ബി ദ പിക്ചർ ഓഫ് മൈ മൂവി, അതെങ്ങനെയാണ് ഈ മൈൻഡിലേക്ക് വരുന്നത്? ഈവൻ സംഘർഷഘടനയിൽ പോലും ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ബുക്ക്, പക്ഷെ അതിനെ വളരെ സർക്കാസ്റ്റിക്കലി അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഈ ഡിസൈനിങ് പാർട്ടിലേക്ക് എങ്ങനെയാണ് കൃഷാന്ത് എത്തുന്നത്? ട്രെയിൻഡ് ഇൻ ഡിസൈനാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഡാറ്റ ഇമേജ് ആയിട്ടും ഡാറ്റ ഇൻഫർമേഷൻ ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഒരു മാസ്റ്റർ ഓഫ് ഡിസൈനിലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സ്കില്ല് ഭയങ്കര ഓർഗാനിക്കലി ആ സ്കില്ലുണ്ട്. പിന്നെ അല്ലാതെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇൻഓർഗാനിക്കലി ആ സ്കില്ലുണ്ട്. ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് കുറേ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇത് എവിടെയോ വെച്ചിട്ട് ഇതിൻ്റെ ഒരു മിക്സ് വരുന്നുണ്ട്. ഈ മിക്സ് എങ്ങോട്ട് പോയാലും വർക്കാവും, അല്ല എങ്ങോട്ട് പോയാലും വർക്കാവും. എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഇവരുടെ അടുത്ത് മ്യൂസിക് പറയുമ്പോഴത്തേക്കും എനിക്ക് ഗാങ്സ് ഓഫ് വസൈപൂർ ഒക്കെ കണ്ട് ആ സമയത്തൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ എഴുതിയത് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര എത്നിക് ആയിട്ട് തിരുവനന്തപുരത്തിൻ്റെ ശബ്ദം തന്നെ വേണമെന്നൊക്കെ ഉള്ളൊരു ഐഡിയ ഒക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇത് വെയിറ്റ് ചെയ്തിരുന്ന് ഞാനും ഇതിലൂടെ ഇവോൾവ് ആയപ്പോഴത്തേക്കും അങ്ങനെയൊന്നുമില്ല. നമുക്ക് ജോണറും എഗെയിൻ ഒരു ബോക്സ് ഒക്കെയാണെന്ന്. ഇഫ് യു ആർ റിയലി ടാലൻറ്റഡ് നമ്മൾ ഒരു രീതിയിലുള്ള സംഗീതം മാത്രമല്ലല്ലോ കേൾക്കുന്നത്, നമ്മൾ ശബ്ദങ്ങൾ. ഇപ്പോൾ പേലക്കുട്ടൻ്റെ സീൻ വരുമ്പോൾ ഒരു പ്ലാങ് എന്ന് പറയുന്നൊരു ശബ്ദമാണ്. And nobody gets a kick out of that sound. പക്ഷേ we get a kick, they get a kick, I get a kick. അപ്പം ഇത് പക്ഷേ ഇത് ആൾക്കാർക്ക് അതൊരു ചിരി വരും ഇതിലൂടെ കണ്ണ് തുറക്കുമ്പോഴും എല്ലാത്തിലും. അപ്പോൾ ജോണറൊന്നും അങ്ങനെ സ്റ്റിക്ക് ചെയ്യില്ല. പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് ജാസ് മ്യൂസിക്കിൻ്റെ ഒരു കുറേ എക്സാമ്പിൾസുകൾ അങ്ങനെ നമ്മൾ ഇതിന് ലിസൺ ചെയ്തു. എന്ന് വെച്ചാൽ അപ്പം അതുകൊണ്ട് ജാസ് ഇച്ചിരി അവിടെ ജാസിന്റെ മെറ്റീരിയൽ ഉണ്ട്. പിന്നെ എക്സ്പ്ലോറേറ്റീവ് ഇലക്ട്രോണിക്സ് പോലത്തെ കുറേ സാധനങ്ങൾ അത്
അപ്പൊ ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയത് എനിക്ക് തോന്നുന്നു ഈ പ്രോസസ്സിൽ നമ്മൾ കയറുന്നതിന്റെ സമയത്താണ് സൂരജ് ഓൾസോ ലൈക്ക് മൂവ്ഡ് ഇൻ ടു ലൈക്ക് കോർ ഇലക്ട്രോണിക് മ്യൂസിക് പ്രൊഡക്ഷൻ. അപ്പോഴും ഇവിടെ ഇതിന്റെ മ്യൂസിക്കിന്റെ ഐഡിയേഷൻ ചെയ്യുന്ന എല്ലാവരും ലൈക്ക് മറ്റേ പ്രൊഡ്യൂസർ നമ്മുടെ ടീമിലും ലോട്ട് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ലൈക്ക് വെരി കേപ്പബിൾ ഗൈസ്. കൃഷാന്തും മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യും, സൂരജ് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യും, ഞാനും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്ത മ്യൂസിഷ്യൻസ് എല്ലാവരും മ്യൂസിഷ്യൻസ്, എല്ലാവരും നല്ല മ്യൂസിഷ്യൻസ് ആയിരുന്നു, എല്ലാവരും പ്രൊഡ്യൂസേഴ്സ് ആണ്. എല്ലാവർക്കും പറയുന്ന ഫീഡ്ബാക്ക്, അവരൊക്കെ പറയുന്ന ഫീഡ്ബാക്ക് ആണ് ആൽബം മെച്ചപ്പെടുത്തിയത്. അയ്യോ, അവരുടെ ഫീഡ്ബാക്ക് തന്നെയാണ് മെച്ചപ്പെടുത്തിയത്. ഇപ്പം ലൈക്ക് ആർ ടീം ആഡ് പീപ്പിൾ ലൈക്ക് ശ്രീശങ്കർ, ഗൗതം, ഇതിലെ തന്നെ ആക്ടർ ആയിരുന്ന അനൂപ് മോഹൻദാസ്, പിന്നെ സബിൻ ആൻഡ് ധീരജൻ, ലോട്ട് ഓഫ് പീപ്പിൾ, അൽ നിഷാദ്, ഇവരെല്ലാം ദീസ് ഗൈസ് ഗിവ് അസ് ഫീഡ്ബാക്ക്. അതാണ് കൃഷാന്തിന്റെ കൂടെ ഒരു അഡ്വാൻറ്റേജ്, ലൈക്ക് ഒരു മേജർ അഡ്വാൻറ്റേജ്. മെറ്റീരിയൽ എന്തെങ്കിലും ഇഫ് ഡസന്റ് വർക്ക് ഓൾസോ വി ഹാവ് ദാറ്റ് സ്പേസ് ടു ടെൽ ഹിം. ചില മ്യൂസിക് ഒക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതൊക്കെ അയച്ചു കൊടുത്തിട്ട് അതിനനുസരിച്ചൊക്കെ ഫിലിം മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിനനുസരിച്ച് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇവർ നല്ല മ്യൂസിക് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സൂട്ട്സ് ആർ മൂഡ്. ഓൺലി തിങ് ചിലപ്പോൾ പേസും ഡിസൈനും ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് വർക്കാവും. അപ്പം നമ്മൾ വെറുതെ വീണ്ടും പുതിയ ഉണ്ടാക്കുന്നത്, അതായത് റീയൂസ് ഒക്കെ ചെയ്യുന്നു. നമ്മള് മ്യൂസിക്കൽ സ്റ്റക്ക് ആവുന്നു തോന്നുന്നു. മ്യൂസിക്കൽ കിക്ക് കൃഷാന്തിന്റെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ദേ ആർ ഓഫൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ. ലൈക്ക് വി കനോട്ട് പ്രെഡിക്റ്റ് ഇറ്റ്. ഇപ്പം മുൻപുള്ള സിനിമകളിലാണെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഇയാളെന്താ ഉള്ളൊരു മോശം മനുഷ്യൻ എന്നുള്ള രീതിയിൽ പെർസീവ് ചെയ്യുന്നതിനെ നേരെ തിരിച്ചു മറിച്ച് വേറൊന്നാക്കിയിട്ട് ആൾക്ക് പ്രസന്റ് ചെയ്യാന്നുള്ളൊരു അങ്ങനെ ഒരു ട്രിക്ക് കൂടെ ഉണ്ടല്ലോ. പ്രത്യേകിച്ചും ഇതൊരു വെബ് സീരീസ് ആവുന്നു. യു ഹാവ് 6 ഡിഫറെന്റ് എപ്പിസോഡ്സ് ഫോർ ദിസ്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ മാറ്റി കൊണ്ടുവരാന്നുള്ളൊരു പരിപാടി അതിനകത്തുണ്ട്. ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ട്രിക്കി ആയിട്ട് തോന്നുന്നുണ്ടോ? അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഐ തിങ്ക് ഐ ഷുഡ് ആസ്ക് യു. ഇല്ല, എനിക്കൊന്ന് ആക്ടേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന അതായത് ഈ സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില ക്യാരക്ടേഴ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ക്യാരക്ടേഴ്സിനെ മോണോട്ടണസ് ആയിട്ടുള്ള ഒരൊറ്റ ഇതില്ല. അതായത് നമ്മളെ കൊണ്ട് ഇട്ടു, അയാൾ ദുഷ്ടനാണ്, ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, അയാൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, അത് ഭയങ്കര നന്മയുള്ള ഒരാളാണ്. അതല്ലാതെ വേറെ ഒരു ജീവിതത്തിന്റെ ഡിഫറെന്റ് സ്ഥലങ്ങളെ പ്ലേസ് ചെയ്യാൻ അത് റൈറ്റിംഗ് കൊണ്ടുവരുന്ന അത് എല്ലാ ക്യാരക്ടേഴ്സിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ കുഞ്ഞിനെയൊക്കെ കൊണ്ടുവരുന്ന സ്ഥലമുണ്ട്. ഇയാളുടെ യു ഷോ ഹിസ് സൺ, ദാറ്റ് ഈസ് നോട്ട് ദേർ ഇൻ आवर ഇനീഷ്യൽ. എന്തോ നമ്മുടെ റൈറ്റിംഗിൽ ഇല്ല. ഒരു ഷോർട്ടാണ്, പക്ഷെ ഹൗ ക്യാൻ വി മേക്ക് പേലക്കുട്ടൻ മോർ ബിലീവബിൾ എന്നോ അല്ല ബിലീവബിൾ. നമുക്ക് ഇയാളുടെ അടുത്തൊരു സ്നേഹം ക്യൂട്ട്നെസ്സും വരും. അപ്പൊ ഒരു കുട്ടിയെ കൂടെ കണ്ടോടാ പോയത് കണ്ടോടാ മോനെ എടുത്ത് നിൽക്കുന്ന ഒരു സാധനം വരുമ്പോഴത്തേക്ക് സഡൻലി റൗഡി ആണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ. പേലക്കുട്ടൻ ഓൺ മിഷൻ, പക്ഷെ വിത്ത് കിഡ് ഉണ്ട്, മിഷൻ പരിപാടിയുണ്ട്. പക്ഷെ വാട്ട് ഹി ഡസ് ഇസ് ഭയങ്കര എക്സ്ട്രീം സംഗതികളാണ്. സോ ഹൗ ഇസ് കിങ്ങിണി? കണ്ടിന്യൂ ചെയ്യല്ലോ. കിങ്ങിണി കിങ്ങിണിയെ പറ്റി പറയേണ്ടതില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ കിങ്ങിണിയുടെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മളൊരു സിനിമയിൽ ഇപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങളിൽ തന്നെ എക്സ് ഗേൾ ഫ്രണ്ട് എന്നുള്ള ഒരു ടേമിൽ വരുമ്പോൾ പലപ്പോഴും ഒരു തേപ്പുകാരിയുടെ ഫ്രെയിം വർക്കിലേക്ക് ആളുകൾ അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുവരാറുണ്ട്. പക്ഷേ അപ്പോഴും അതിനൊരു സ്റ്റോറി ഉണ്ട്, അയാൾക്കൊരു കഥ പറയാനുണ്ട്, അയാളുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അതിനെ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്ത ക്യാരക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. ശാന്തിക്ക് അത് അങ്ങനെയാണോ ഫീൽ ചെയ്തത്? അത് എത്രത്തോളം റെലവെന്റ് ആയിട്ട് കഥയിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു? ഞാൻ ആദ്യം പറഞ്ഞു ലൈക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെ ആയിരുന്നു, ക്യാരക്ടറായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ ആയിരുന്നത് എഴുതി വന്നപ്പം ഞാൻ ഇച്ചിരി കൂടെ നമ്മുടെ ഡെവലപ്മെന്റ് സമയത്ത് അതിനെ സോഫ്റ്റൻ ചെയ്തേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഉള്ളൊരു ഫ്രീഡം എന്തായിരുന്നു വെച്ചാൽ നമ്മൾ ഇവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഇവർ ആ ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവ് തിങ്ക് ചെയ്തിട്ട് ക്യാൻ ബി ആഡ് ദിസ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ അപ്രൂവൽസും കുറേ പരിപാടിയൊക്കെ ചെയ്തിട്ട് ഇതിന് അതേ രീതിയിൽ തന്നെ എടുത്തു. ലൈക്ക് അവരുടെ പെർസ്പെക്റ്റീവ് അങ്ങനെയാണിത്. അപ്പോൾ ആ ഡിസ്കഷൻസ് ഇനീഷ്യേറ്റ് ചെയ്തത് അവർ തന്നെയാണ്. ഞാനൊരു മാൻ ആയതുകൊണ്ട് ചില സമയത്ത് എനിക്ക് അങ്ങനെ എഴുതുമ്പോഴത്തേക്കും അത്ര എംപത്തായിട്ടൊന്നും എഴുതാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ബേസിക്കലി ഹി ഗേവ് മീ ദാറ്റ് സ്പേസ് ടു ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ് ലൈക്ക് യു ആസ്ക്ഡ്. അപ്പോൾ അതിനൊരു ഈ തേപ്പുകാരി സ്വഭാവം ഇല്ലേ, ക്യാൻ വി ആഡ് എ ലിറ്റിൽ ബിറ്റ് മോർ ടു ഷോക്കേസ് ഹർ റീസണിങ് ഓൾസോ എന്നുള്ളൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു.
അപ്പോൾ ഹി വാസ് ഓപ്പൺ ടു ഇറ്റ്. അപ്പോൾ അങ്ങനെയാണ് ആ ഉള്ള സീൻസിൽ തന്നെ ആ എലിമെന്റ്സ് ആഡ് ചെയ്തത്. അപ്പോൾ ചെറിയ ചെറിയ ഡീറ്റെയിൽസിലൂടെയാണ്, ബട്ട് ഷീ ഈസ് ഓൾസോ ടേക്കിംഗ് എ ഡിസിഷൻ ഫോർ എ റീസൺ. അപ്പോൾ ആ പെർസ്പെക്റ്റീവും കൂടെ ക്ലാരിറ്റിയോടെ വന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ഈ റൈറ്റിംഗിൽ ഈ പറഞ്ഞ പോലെ കൃഷാന്ത് ഇപ്പോൾ പറഞ്ഞു, ബീങ് എ മാൻ, ആൾക്ക് ഈ ഒരു സംഗതി ഇടുന്നതിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഓഫ് കോഴ്സ് എത്രത്തോളം നമുക്കതിനെ എംപതൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. ആസ് എ റൈറ്റർ, what is your take on that? How should a female portrayal should be? I think it's a great thing for a writer to be self-aware enough to know this. You know that they're not able to represent all experiences എന്നുള്ളത്. Usually men speak for women without being aware of it. So this itself is a huge leap forward actually. You know, like not many people are aware. അപ്പോൾ ആക്ച്വലി ഫീമെയിൽ പെർസ്പെക്റ്റീവിലുള്ള കഥകൾ സ്ത്രീകൾ എഴുതുമ്പോൾ ലിവ്ഡ് എക്സ്പീരിയൻസസ് എന്നുള്ള ഡീറ്റെയിലിംഗ് വരും ഫോർ ഷുവർ. ഇപ്പോൾ ഞാൻ ഒരു ഫിലിമിൽ വർക്ക് ചെയ്തു. സുധ പത്മജ ഫ്രാൻസിസ് ആണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. കമൽ കെം ആണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറേ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ സുധയുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കുറേ ഡീറ്റെയിൽസും കുറേ ആൾക്കാരും എല്ലാം കൂടെ ചേർന്ന് വന്നിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ അഭിനയിക്കുമ്പോൾ അതിൽ മെയിൻ ലീഡ് പ്ലേ ചെയ്യുന്ന ദിവ്യപ്രഭയാണ്. ഞാനും ലിയോണയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ദേവകി. അപ്പോൾ ഞങ്ങളെല്ലാം അഭിനയിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസും കഥയിലുള്ള സന്ദർഭങ്ങളും ഒക്കെ നമ്മളുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാരണമായതാണ്. സോ ഡെഫിനറ്റ്ലി ഐ തിങ്ക് യുവർ ലിവ്ഡ് എക്സ്പീരിയൻസ് വിൽ ഇൻഫ്ലുവൻസ് ഓർ കളർ ദ വേ യു റൈറ്റ് ക്യാരക്ടേഴ്സ്. യെസ്, ഓഫ് കോഴ്സ്. ഈ മ്യൂസിക്കിൽ റാപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് മെയിൻ സ്ട്രീമിലോട്ട് കയറി വരാനുള്ള സ്പേസ് ഇവിടെ ഉണ്ടോ എന്നുള്ളത്. പക്ഷെ നൗഡേയ്സ് അതിനുള്ളൊരു കൊളാബറേറ്റീവ് ആയിട്ടുള്ളൊരു സ്പേസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേസമയം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് എത്രത്തോളം അറ്റൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ പൊളിറ്റിക്സിനോട് എത്രത്തോളം നമുക്ക് സംവദിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടല്ലോ. ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് ഇപ്പോഴത്തെ ഒരു റെലവൻസിൽ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, മുൻപുണ്ടായിരുന്ന ഒരു സ്പേസിൽ നിന്നും ഇപ്പം, അതായത് ടൈം ലൈൻ പരമായിട്ട് ക്രോണോളജിക്കലി നോക്കുമ്പോൾ ഐ തിങ്ക് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഇസ് ഗെയിനിങ് അറ്റൻഷൻ ഈവൻ ഇൻ ആർ കൺട്രി. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് എപ്പോഴും ഒരു മെയിൻ സ്ട്രീമിനോട് അടുത്തേക്കൊക്കെ അതിൻ്റെ ക്യാമ്പയിൻസ് എത്തുമ്പം അതിന് അറ്റൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പണ്ടും. പക്ഷെ ഇപ്പം മോർ അറ്റൻഷൻ ഗെയിൻ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് അതിൽ വൺ സൈഡ് ഓഫ് മീ and a lot of musicians, I think we are really happy. മെയിൻസ്ട്രീം ചെയ്യുന്ന മെയിൻസ്ട്രീം സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാ മ്യൂസിഷ്യൻ തന്നെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അത് ആളുകളിലേക്ക് എത്തുന്നോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അതിന്റെ കൂട്ടത്തിൽ ചോദിച്ചതിന്റെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് എത്തുന്നൊന്നുമില്ല. അതൊന്നും അതിന്റെ തോത് വളരെ കുറവാണ്. അങ്ങനെ എത്തുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ട്. ആർട്ടിസ്റ്റുകൾ അവർ കുറച്ച് പാട്ടുകളൊക്കെ എത്തുന്നുണ്ട്. അതൊക്കെ ഹെവിലി പ്രൊമോട്ടഡും മാർക്കറ്റഡും ഒക്കെയാണ്. മറിച്ച് സിനിമ പാട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഓൾറെഡി മാർക്കറ്റ്. സിനിമ ഈസ് മാർക്കറ്റഡ്. സിനിമ പാട്ട് എന്തായാലും എത്തും. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ കുറച്ച് പേർക്കൊക്കെ സ്പേസ് കിട്ടുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, കിട്ടുന്നില്ല. അത് ഇനിയും വളരെ, അത് പക്ഷേ സമയം എടുക്കും. അതിന് പതുക്കെ സീൻ വിൽ ബി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മാത്രമല്ല ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ ഒറിജിനൽ മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആയതുകൊണ്ട് മാത്രം എല്ലാ ഇൻഡിപെൻഡന്റ് ഇറങ്ങുന്ന എല്ലാ പാട്ടും ഒറിജിനൽ മ്യൂസിക് ആണെന്നൊരു അഭിപ്രായം എനിക്കില്ല. അങ്ങനെ അല്ല ഒറിജിനൽ മ്യൂസിക് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഇപ്പോൾ കമേഴ്ഷ്യൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങുന്ന പാട്ടാണ് നമ്മൾ കമേഴ്ഷ്യൽ മ്യൂസിക് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനകത്തും കമേഴ്ഷ്യൽ സോങ്സ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. ബേസിക്കലി ഇൻഡിപെൻഡന്റ് ആവുന്ന എല്ലാം ഉദാത്തം, സിനിമയിൽ ഇറങ്ങുന്നതൊന്നും ഉദാത്തം അല്ല എന്നൊരു ക്ലാസിഫിക്കേഷൻ ഒക്കെ അൺനെസസറി ആണ്. അതൊന്നും കാര്യമില്ല ബേസിക്കലി. പിന്നെ ഇതിന്റെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സിനെ കൂടെ ചോദിച്ചാൽ അതും കൂടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനകത്ത് ഉണ്ടാക്കുന്ന മേജോറിറ്റി ഇപ്പം നമ്മൾ കേരളത്തിലെ അവസ്ഥ എടുത്ത് നോക്കാം. കേരളം ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ അങ്ങനെ പൊളിറ്റിക്കലി ഒക്കെ അവെയർ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഉണ്ടാക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. വളരെ കുറവാണ്. ഈ പറഞ്ഞ പോലെ കൊമേഴ്ഷ്യൽ സ്വഭാവമുള്ള ഇൻഡിപെൻഡന്റ് മ്യൂസിക് തന്നെയാണ് ഇവിടെ ഇറങ്ങുന്നത് എന്ന് സമ്മതിച്ചേ പറ്റൂ. ഈ സിനിമയിലേക്ക് വരുമ്പോഴും ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവുന്നു. നിങ്ങൾ ഈ പറഞ്ഞ ഇത്ര എലമെന്റുകൾ കൊണ്ടുവന്നാൽ അതൊരു കൊമേഴ്ഷ്യൽ സക്സസ്ഫുൾ സിനിമയാവുന്നു. അങ്ങനെയുള്ള ഒരു ടേക്ക് വരുന്ന സമയത്ത് തന്നെയാണ് കൃഷാന്തിന്റെ സിനിമകൾ പലപ്പോഴും ഇറ്റ്സ് വെരി കൺവെൻഷണൽ ടു സേ യുവർ മൂവീസ് ആർ അൺകൺവെൻഷണൽ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഈ സിനിമയെ ഇത്തരത്തിലുള്ള കൂടുകളിൽ നിന്ന് പൊളിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണോ? ലൈക്ക് അതിൽ അത്രയും ഹാർഡ് വർക്ക് വരുന്നുണ്ടോ? അതിൽ ഹാർഡ് വർക്ക് വരും എന്ന് വെച്ചാൽ വി ഹാവ് ടു മേക്ക് എ റിയലി നൈസ് മെറ്റീരിയൽ. അല്ലെങ്കിൽ ആ മെറ്റീരിയൽ, കാരണം ദ ഓൺലി തിങ് ബാക്കിംഗ് ദ മെറ്റീരിയൽ ഈസ് ഇത് മറ്റേ വാല്യൂ സിസ്റ്റമോ ക്യാപിറ്റലോ അല്ല ഹ്യൂമൻ്റെ. ഡയറക്റ്റ്ലി പറഞ്ഞ ഇതിന് മെറ്റീരിയലിൻ്റെ ഒരു സ്ട്രെങ്ത് ആണ്. ആ മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇത്
മേ ബി ഒരു വലിയ സ്റ്റാറൊക്കെ വരുന്നൊരു സാധനത്തിൽ ഇച്ചിരി ഒന്ന് ഇത് ചെയ്താലും ഇതിൻ്റെ സെല്ലിങ്ങും മറ്റേതും ഒക്കെ നടക്കുമായിരിക്കും. പക്ഷേ ഇതങ്ങനെ അല്ലാത്ത കുറേ സാധനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് ലൈക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് ആര് വന്നാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഹാർഡ് വർക്കിംഗ് ആണെങ്കിലേ നടക്കൂ. സ്റ്റാർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഞാൻ താമസിക്കുന്ന റൂം കുറച്ചുകൂടെ ബെറ്റർ ആവുകയോ സാലറി കുറച്ചുകൂടെ കൂടുതൽ കിട്ടുകയൊക്കെ ചെയ്യുമെങ്കിലും പണിയെടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഇത്. അപ്പം ലേസി ആവുന്ന ദിവസം വരുന്ന ഫുട്ടേജ് കണ്ടാൽ നമുക്കറിയാം, ലേസി ആവുന്ന ഏരിയയിൽ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ലേസി ആവാതിരിക്കാനുള്ള ഒരു സാധനം മാത്രമാണ് മാക്സിമം ട്രൈ ചെയ്യുന്നത്. അല്ലാതെ അൺകൺവെൻഷണൽ എന്നൊക്കെ പറയുന്നതൊക്കെ ലൈക്ക് ഭയങ്കര റിലേറ്റീവ് അല്ലേ? ഭയങ്കര അല്ല ഞാൻ പറയുന്നത് എനിക്ക്, അതായത് നമ്മളിപ്പോൾ മെന്റലി ഒരുങ്ങുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ആസ് എ ഫിലിം മേക്കർ അടുത്ത 120 ദിവസം ഷൂട്ടുണ്ട്. ഒരു മാസം മുമ്പ് പ്രോപ്പർലി ജിമ്മിൽ പോകണം, ഭക്ഷണം ഇതായിരിക്കണം, ഹെൽത്ത് റെഡി ആയിരിക്കണം, ബ്രെയിൻ ആ സമയത്ത് നന്നായി ഫങ്ഷൻ ചെയ്യണം. ഇത്രയും ഒരുക്കങ്ങൾ ഫിസിക്കലിയും ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് സോ ഗുഡ്. അതുകൊണ്ടാണ് അത് 120 ഡേയ്സിൽ അതിൽ അങ്ങനെ നിൽക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. നമ്മൾ സംഘർഷൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ സംഘർഷം ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ഫിറ്റ് ഒന്നും അല്ലായിരുന്നു. അപ്പം അത് പക്ഷേ കാരണം സ്പോണ്ടേനിയസ്ലി ഉണ്ടായൊരു പ്രോജക്റ്റാണ് സംഘർഷമാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ സീരീസ് തുടങ്ങുമ്പോൾ മെൻ്റലിയും ഫിസിക്കലിയും വർക്കൗട്ടും മൈൻഡ് ബോഡി കണക്ഷനൊക്കെ കറക്റ്റാക്കി രാവിലെ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ ജിമ്മിലൊക്കെ പോയി. സിനിമയ്ക്ക് വേണ്ടി ഡയറക്ടർ ജിമ്മിൽ പോകാൻ നമ്മുടെ ക്രൂവിലെല്ലാവരും പോകുമായിരുന്നു. എൻ്റെ പഴയ അസോസിയേറ്റ് പോകുമായിരുന്നു, എൻ്റെ ഇപ്പോഴത്തെ അസോസിയേറ്റ് പോകും. നമ്മളെല്ലാം ഇതിന് തുടക്കത്തിലൊന്ന് ഫിസിക്കലി ഷാർപ്പാണ്. കാരണം ഇത് അഡ്രിനാലിൻ നിൽക്കേണ്ട ഒരു സംഭവമല്ല. വി ആർ നോട്ട് വർക്കിംഗ് ഓൺ എനി അതർ കെം, വി ആർ കംപ്ലീറ്റ്ലി വർക്കിംഗ് ഓൺ അഡ്രിനാലിൻ. അപ്പോൾ ഈ അഡ്രിനാലിൻ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ഫുൾ പിടിച്ച് നിൽക്കണമെങ്കിൽ ഫിസിക്കൽ ഇത് ഡിസിപ്ലിൻ ഇല്ലാതെ പറ്റത്തില്ല. പിന്നെ എഡിറ്റിംഗിലേക്ക് വരുമ്പോൾ ഞാൻ ഇതൊക്കെ കളയും. ലൈഫ് സ്റ്റൈൽ ഫുൾ ലൈഫ് സ്റ്റൈൽ. Yeah, no, I think it's interesting because Krishant is not just thinking about the audience's experience when they watch the film, but also the collaborators' experience while they're working on the project. അപ്പോൾ അതും കൂടെ മനസ്സിൽ വെച്ചിട്ടാണ് പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുന്നതും ഓരോ ദിവസത്തെ വർക്കും ഇങ്ങനെ ചാർട്ട് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അത് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ദർ ഇസ് എ കൊളാബറേഷൻ ആൻഡ് ദർ ഇസ് എ സർട്ടൻ ലെവൽ ഓഫ് കംഫർട്ട് ദാറ്റ് എവറിബഡി ഡെവലപ്സ് വിത്ത് ഈച്ച് അതർ. ദാറ്റ് ഗെറ്റ്സ് റിഫ്ലെക്റ്റഡ് ഓൺ സ്ക്രീൻ. അപ്പോൾ ഈ വർക്ക്ഔട്ട് എന്ന് പറഞ്ഞത് ഐ മീൻ ഈവൻ ദോ ഹി വാസ് ജോക്കിംഗ് അബൌട്ട് ഇറ്റ്, ഈ 4 സംഘമായിട്ട് അഭിനയിച്ച 5 പേര് അവര് ആ ചെറുപ്പം അഭിനയിച്ചിട്ടാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് ദേ ഹാഡ് ടു സ്ലിം ഡൗൺ ഫോർ ഇറ്റ്. അപ്പൊ അതിന്റെ കൂടെ ഡയറക്ടറും പണിയെടുക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ടീം ബിൽഡിംഗ് ഓൾസോ ഇൻ ദാറ്റ് പ്രോസസ്. നോ, അപ്പോൾ ഓൾ ഓഫ് ദാറ്റ് ഹെൽപ്സ് ക്രിയേറ്റ് എ ഗുഡ് ഔട്ട്പുട്ട് ഓൺ സ്ക്രീൻ. അവരെ നല്ല പണി എടുപ്പിച്ചെന്ന് തോന്നുന്നു അല്ലെ? വെയിറ്റ് ഒക്കെ കൂടുന്നു കുറയുന്നു. ഈ ഷോട്ട് ഇൻ എ ലീനിയർ ഫാഷൻ. ദേ സ്റ്റാർട്ടഡ് വിത്ത് ചെറിയ വെയിറ്റ് ഏറ്റവും കുറച്ചു. നിരഞ്ജും സഞ്ജുവും ഒക്കെ ഭയങ്കര മെലിഞ്ഞിട്ട് പിന്നെ പതുക്കെ നെക്സ്റ്റ് ഒരു 15 ഡേയ്സിൽ അവരൊരു 1 കിലോ കൂട്ടി അടുത്ത സെക്കൻഡ് 1 and 2 ടുഗെദർ. അത് കഴിഞ്ഞിട്ട് 1 ഡേ ബ്രേക്കേ ഉള്ളൂ അടുത്ത ഇതിൽ കയറാൻ. അപ്പോഴത്തേക്ക് അവർ കറക്റ്റ് അടുത്ത വെയിറ്റിൽ വെത്തും താടിയും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒന്ന് പാളിയാലും നമ്മുടെ ഡിസൈൻ ഓഫ് ദ പ്രോസസ്സ് ഒന്ന് പാളിക്കഴിഞ്ഞാൽ താടി കണ്ടിന്യൂറ്റി മാറും, വെയിറ്റ് കണ്ടിന്യൂറ്റി മാറും. അപ്പം ലൈക്ക് ദർ ഇസ് നോ എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് നിക്കിയുടെ അടുത്തൊക്കെ എൻ്റെ അസോസിയേറ്റിൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് നമ്മൾ ഇത് നെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1000 വേരിയബിൾസ് ദാറ്റ് ക്യാൻ ഗോ റോങ്. താടി തൊട്ട് പനി തൊട്ട് ലൈക്ക് അപ്പോൾ അത് നല്ലൊരു കൊളാബറേറ്ററാണ്. ഞാനിവിടെ പറഞ്ഞു നല്ലൊരു കൊളാബറേറ്റർ വർക്ക് ചെയ്യാനൊക്കെ വെച്ച് കഴിഞ്ഞപ്പം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര നന്നായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പണിയെടുക്കാൻ റെഡിയാണ്. നന്നായി അവർ ആസ് എ കൊളാബറേറ്റർ ഞാൻ പുള്ളിയായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വേറെ ആർക്കാണെങ്കിലും ഐ ഹാവ് ടു ഡു ദിസ് എന്നുള്ള ഒരു ഫീലിംഗും അത് പുള്ളിയുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയതുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ പ്രോപ്പർ ആയതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പൊ തന്നെ ചില ദിവസങ്ങളിലൊക്കെ രാത്രിയൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും പിറ്റേ ദിവസം ഒന്നും പാട്ടൊന്നും ചിലപ്പം അയക്കാൻ പറ്റൂലായിരിക്കും. അപ്പം ആ കുഴപ്പമില്ല 2 സമയം സെറ്റ് ചെയ്താൽ മതി അതൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഈ പറഞ്ഞ പോലെ ക്യാരക്ടറിലേക്ക് ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു വെയിറ്റ് ലോസ് ലൈക്ക് അങ്ങനത്തെ ഒരു ഫിസിക്കൽ ചേഞ്ചിനെക്കാട്ടിലും ആളുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന ഒരു മാറ്റമാണല്ലോ ലൈക്ക് പേലക്കുട്ടിക്ക് ത്രൂ ഔട്ട് വരുന്നത്. ആളൊരു ഭയങ്കര ലേസി ആയിട്ട് ഇങ്ങനെ ചേട്ടൻ്റെ കൂടെ നടന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരേണ്ടി വരികയാണ്, ഒരു കുട്ടിയെ കൂടെ കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. സോ ഹീസ്
ആളുടെ ബിഹേവിയറിലാണ് കുറച്ചുകൂടെ ചേഞ്ച് വന്നത്. ആ ഒരു മാറ്റമില്ലേ, ഇപ്പം ഫിസിക്കലി നമുക്ക് കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, അവിടെ പോലും മെന്റലി അല്ലെ ആളുടെ ബിഹേവിയറിൽ ഒരു മാറ്റം കൊടുക്കുക എന്ന് പറയുന്നത് പണിയായിരുന്നോ? എനിക്കൊന്ന് എപ്പോഴും കോൺസ്റ്റൻ്റ്ലി ഫിലിം മേക്കറുമായിട്ട് നേരത്തെ സൂരജ് പറഞ്ഞ പോലെ ഭയങ്കര രസമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഒരു കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഓരോ ആക്ടേഴ്സിനോടും സിംഗിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻട്രാക്ഷൻ ഉണ്ട്. ആ ഇൻട്രാക്ഷന് ഓരോ ഡിഗ്രിയാണ്, അതെല്ലാം സെയിം ഭാഷയല്ല. മനസ്സിലായത്? പുതിയതായിട്ടൊരു ചേട്ടൻ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു 3 സെക്കൻഡ് ഒരു ചിരി വേണം, ഒരു വേരിയേഷൻ വേണമെന്ന് പറയത്തില്ല. ചേട്ടാ ഒന്ന് ചിരിച്ച് ഓക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കുകയും ഭയങ്കര കുറച്ച് ടെക്നിക്കലി ആ ഒരു സ്പേസിൽ നിൽക്കുന്ന, പിന്നെ തിയേറ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടറുടെ അടുത്ത് മാൻ അത് ബാഡ് ആക്ടിങ് ആണ് ഒരു പരിപാടി. അതായത് അവർക്കത് എടുക്കണം, അവരത് ഡയറക്റ്റ്ലി എടുത്തിട്ട് അതിൽ വർക്ക് ചെയ്യണം എന്ന് പറയുന്ന പർപ്പസ് ഉണ്ടല്ലോ, അതും മീറ്റ് ചെയ്യും. അതല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതലുണ്ടല്ലോ ഈ എസ്പെഷ്യലി എല്ലാ ആക്ടേഴ്സും ഏതെങ്കിലും സംഭവമായിട്ട് ഒരു സ്ഥലത്ത് ഇൻസെക്യൂർഡാണ്. കാരണം വേറൊരാൾ പറഞ്ഞ് അത് അയാൾ ശരി എന്ന് പറയുമ്പോഴാണ് ഈ ശരി ഉറപ്പിച്ചിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ സഞ്ചരിക്കുന്നത്. മനസ്സിലാവും? അപ്പോൾ എല്ലാവർക്കും ഉള്ള പേടിയും ഈ പറയുന്ന കമ്മ്യൂണിക്കേഷനാണ്. അപമാനിക്കപ്പെടുമെന്നുള്ള ഭയമാണ് മെജോറിറ്റി. അതാണ് ഈ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിൾ. അപ്പൊ ആ ഏരിയ ഭയങ്കര ക്ലിയർ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ടു ബി സ്റ്റുപ്പിഡ്. ഈ ഒരു അത് നമുക്ക് തരുന്ന ലിബർട്ടി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് ഭയങ്കര ക്രേസിയാണ്. അത് കിട്ടിയിട്ടുണ്ട്. ഈ സംഘർഷഘടനയിൽ ഈ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, ആളെ ഈ ഫ്ലിപ്പാക്കുന്ന ഒരു ട്രാക്ക്, ലൈക്ക് അവിടെയുള്ള കൃഷാന്തിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴെല്ലാം അങ്ങനെ ഒരു വേരിയേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട് ക്യാരക്ടറിന് തന്നെ. ഹൗ ഇസ് ദാറ്റ് കൊളാബറേഷൻ അപ്പാർട്ട് ഫ്രം ദിസ് കമ്മ്യൂണിക്കേഷൻ പാർട്ട്? ഇതിന്റെ അപ്പുറത്ത് കൊളാബറേഷൻ ഫസ്റ്റ് പിന്നെ സംഘർഷഘടന വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത പാർട്ട് ആ ലാസ്റ്റിലത്തെ ഒരു പോർഷൻ, ആ പാർട്ടാണ്. ഫൈറ്റിന്റെ അല്ല, അയാളുടെ ഒരു ബോയ് കാലഘട്ടത്തിലുള്ള ഒരു സ്പേസ് ആണ്. അപ്പൊ അത് ഞാൻ ചെയ്തിട്ടില്ല, അത് ചെയ്യണം. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാണല്ലോ. അപ്പൊ അവിടുത്തെ സ്പേസിൽ ഇപ്പൊ നമ്മൾ ഭയങ്കര ഇമോഷണലായിട്ട് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സംഭവം ചെയ്യാനാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടുത്തെ നമ്മുടെ പ്രയാഗാണെങ്കിലും പ്രശാന്തൊക്കെ ആണെങ്കിലും ഇവരുടെ കമ്മ്യൂണിക്കേഷൻ തന്നെ കുറച്ച് ശബ്ദമൊക്കെ കുറയും. ഐ മീൻ നമ്മളിപ്പം വണ്ടിക്കകത്തിരിക്കുന്ന ഒരു സീനാണ്, ഫാദർ മരിച്ചിട്ട് ഇങ്ങനെ ഫേസിൽ വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ അതിന് തൊട്ട് മുമ്പുള്ള ഇവർക്ക് ലെൻസ് ചേഞ്ചിന് വരെയുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര സ്മൂത്തൻ ചെയ്യും. മനസ്സിലായോ? അതായത് നമുക്ക് ഈ ആ മൂഡിൽ തന്നെ നമ്മളെ ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ട് ഇവർ ശ്രമിക്കും. മിക്കവാറുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് ഭയങ്കരമായിട്ട് കിട്ടത്തില്ല. ലൈറ്റ് കര എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതിന് അതായത് അങ്ങനത്തെ പ്രോസസ്സ് വരുമ്പോഴത്തേക്ക് എല്ലാ ആക്ടറും ഈ ടെംപ്ലേറ്റ് വരുന്നത് അതുകൊണ്ടാണ്. ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നിട്ട് അല്ലെ ചിരിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലൊരു ചിരിയോ കരച്ചിലോ ഉണ്ട് പെട്ടെന്ന് കൊടുക്കാൻ, അത് കൊടുക്കും. അത് വീണ്ടും അതൊരു ടെംപ്ലേറ്റ് ആവും. ഓരോ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒറിജിനൽ സ്പേസ് എന്ന് പറയുന്ന സാധനം അതിൻ്റെ പരിസരം എവിടെയോ ഫീൽ ചെയ്തിട്ട് വരുന്നതായിരിക്കണം. അത് ആ മൂഡ് തന്നാലേ വരൂ. ഇതിന് മുന്നേ ഇൻസോംനിയ നൈറ്റിലാണ് കുറച്ചും കൂടെ ഈ പറഞ്ഞ പേലക്കുട്ടിയുടെ പോലെ ഇങ്ങനെ ഒരു കുത്തൊഴുക്ക് തോന്നുന്ന ഒരു ക്യാരക്ടറായിട്ട് വന്നത്. ഫ്രം ദർ ടു ഇപ്പോൾ ഈ 4.5 വരെയുള്ള ഒരു ജേർണിയിൽ പല റേഞ്ചിലുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഹൗ ഡു യു ഫീൽ നൗ, ലൈക്ക് ഇവിടെ എത്തുമ്പോൾ? അല്ല, ഇതിൽ നമ്മൾ എത്തലെന്ന് പറയുന്ന സംഭവം ഒരു ഭയങ്കര അബ്സ്ട്രാക്റ്റ് ഒരു ഇല്യൂഷനാണ്. അങ്ങനെ ഒരു എത്തലൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമുക്ക് ആക്ടിങ്ങിൽ നമുക്കിപ്പം നമ്മളെ ഒരു ഫോട്ടോ കൊടുത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്പേസിൽ നിന്ന് നമ്മൾ ഈ തൊഴിലെടുക്കുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ ആ തൊഴിലിന് വിളിക്കുന്ന ഒരു സ്പേസില്ലേ, അതാണ് നമ്മൾ യെസ് ആക്ടറാണ്, അയാളെ ഈ ഇത് പ്ലേ ചെയ്യാൻ വിളിച്ചാലോ എന്ന് തോന്നുന്ന അവരുടെ ഒരു ബോക്സ് ലിസ്റ്റ് വരില്ലേ, അതിനകത്ത് വരിക എന്നുള്ളതാണ് ആദ്യം എല്ലാവരും. ഞാനും അതിന് തന്നെയാണ് ശ്രമിച്ചത്. ഫിലിം മേക്കേഴ്സ് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഫസ്റ്റ് എനിക്ക് കുറച്ച് അങ്ങനത്തെ സ്കിൽസ് അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറെ പോയി കണ്ട് എനിക്കും ആ കോൺഫിഡൻസ് ഇല്ല, ഞാൻ അടിപൊളിയായിട്ട് അഭിനയിക്കും, എനിക്ക് എന്തെങ്കിലും വേഷം ഉണ്ടാക്കി തരണം എന്ന് പറയാനുള്ള ഒരു സ്ഥലമില്ല. അപ്പോൾ പിന്നെ എന്ത് കണ്ടിട്ട് അവരെടുക്കണം എന്നുള്ള തോന്നൽ കൊണ്ട് ഞാൻ അങ്ങനെ ചാൻസ് ചോദിക്കാനൊന്നും അധികം പോയിട്ടൊന്നുമില്ല.
പിന്നെ മറ്റേ അപമാനിക്കപ്പെടുമെന്നുള്ള ഭയം ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അതങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് എൻ്റെ ഇൻസെക്യൂരിറ്റി എല്ലാം കൂടിയാണ് ഒരു കുറച്ച് അറിയാവുന്ന സുഹൃത്തുക്കളെയും അമൽ തമ്പി എന്ന് പറഞ്ഞ ഫിലിം മേക്കറെയൊക്കെ ഇത് ചെയ്തൊരു ഇൻസോംനിയ നൈറ്റ്സ് ഉണ്ടാക്കിയത്. മനസ്സിലായി? അതായത് നമ്മുടെ പേടിയാണ് നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ചത്. അപ്പം അത് കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നി ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ട് അത് ചെയ്യാമായിരുന്നു എന്ന് പറയുന്നതിനേക്കാളും ഇപ്പോൾ ഉള്ളത് വെച്ച് എന്തോ ഒന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു സ്റ്റാർട്ട് വേണം. അതിന് ആ സ്റ്റാർട്ട് ഒരു ഭയങ്കര ഗ്രാൻഡിയർ ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കാതിരുന്ന കൊള്ളായിരിക്കും. പക്ഷെ somehow you ended up there. ഇത് ഭയങ്കര ഒരു ബ്രില്യൻറ്റ് വർക്കായിട്ട് ആളുകൾ വലിയ രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്തു. അവിടുന്ന് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുന്നു. യുവർ ജേർണി ഈസ് ബ്യൂട്ടിഫുൾ ആക്ച്വലി. താങ്ക് യു സോ മച്ച്. ഒരു റൈറ്ററായി കൂടെ വരികയാണ്. ലൈക്ക് വളരെ കുറച്ച് സ്ക്രീൻ റൈറ്റേഴ്സേ നമുക്ക് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഒരു സൂപ്പർ ഹീറോ മൂവിയിൽ എഴുതുക എന്ന് പറയുന്ന സമയത്ത്, പ്രത്യേകിച്ചും മലയാള സിനിമയിലേക്ക് വരുന്ന സമയത്ത് അതിനോട് ഒരുപാട് ഹഡിൽസ് ഉണ്ടെന്ന് ആളുകൾ പറയാറുണ്ട്. പലരും, ഈവൻ അഞ്ജലി മേനോൻ പോലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ആളുകൾ ചോദിക്കും ആരോ എഴുതി തന്നതാണല്ലേ എന്ന് ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സ്പേസിൽ ബീങ് എ റൈറ്റർ എത്ര ഡിഫിക്കൽട്ടാണ് അത്? Actually, എൻ്റെ ഈ റൈറ്റിംഗ് ജേർണി ഹാസ് ബീൻ വെരി സ്മൂത്ത് ബിക്കോസ് ഫ്രം ദ ബിഗിനിങ് ഐ വർക്ക്ഡ് മോസ്റ്റ്ലി വിത്ത് വൺ കൊളാബറേറ്റർ. ഇപ്പോൾ ഡൊമിനിക്കിൻ്റെ കൂടെ ഞാൻ എഴുതാൻ തുടങ്ങിയത് 2017 തരംഗം കഴിഞ്ഞിട്ടാണ്. ഞങ്ങൾ ആക്ച്വലി കുറേ പ്രോജക്ട്സിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് എഴുതിയിട്ട്. പക്ഷെ അത് പല സ്റ്റേജസിൽ ഗ്രീൻ ലൈറ്റായി, പിന്നെ ഓഫായി, അങ്ങനെ നത്തിങ് ഗോട്ട് മെയ്ഡ്. പിന്നെ ആദ്യത്തെ പ്രോജക്റ്റിൽ ഹി വാസ് ദ ഡയറക്ടർ, ഐ വാസ് ദി ആക്ടർ. പിന്നെ ഒബ്ലിവിൻ എന്ന് പറഞ്ഞൊരു മ്യൂസിക് വീഡിയോ ചെയ്തിരുന്നു, ഇൻ വിച്ച് ഐ വാസ് ദ റൈറ്റർ, ഹി വാസ് ദ ഡയറക്ടർ. അപ്പോൾ ലോക്കയിലേക്ക് വരുമ്പോൾ ഐ ഡൺ അഡീഷണൽ സ്ക്രീൻ പ്ലേ ആൻഡ് ഡ്രാമറ്റോജി ആൻഡ് ഹീസ് റൈറ്റിംഗ് ഡയറക്ടിങ് ആസ് വെൽ. അപ്പോൾ ഇത് ഐ തിങ്ക് we have a very good working equation which we've built over time. So I know that even when we disagree, if there is some value in what I'm saying, he will definitely take it. Appo ee disagreements varumbozhum I feel like it's resulting in going to a place of strength. ഇപ്പോൾ ഡൊമിനിക് നോക്കുമ്പോൾ വൺ ഓഫ് ഹിസ് ഗ്രേറ്റസ്റ്റ് സ്കിൽസ് ഐ തിങ്ക് ഇസ് ഡയലോഗ് റൈറ്റിംഗ്. ഇപ്പോൾ ഓരോ ക്യാരക്ടറിനും അവരുടേതായ രീതിയിലുള്ള ഡയലോഗ്സ് എഴുതാനുള്ള ഒരു സ്കിൽ ഡൊമിനിക്കിനുണ്ട്. അപ്പോൾ എനിക്ക് ഡയലോഗ് റൈറ്റിംഗിൽ ആ സ്കില്ലില്ല. പക്ഷെ എനിക്ക് ഡീറ്റെയിലിംഗ്, ക്യാരക്ടർ ഡീറ്റെയിലിംഗിൽ ഐ ഹാവ് മൈ സ്ട്രെങ്ത്സ് ഇൻ ദാറ്റ് ഏരിയ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത്. ഇറ്റ്സ് വെരി enriching, that process. So to work with somebody who has skills that you don't have, then you start picking up those skills slowly by association. So I think it's been a very healthy collaborative experience working with Dominic. ഈ ഫിലിം 2020 ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ആ സമയത്ത് ചെറിയൊരു പടമായിട്ടായിരുന്നു തീരുമാനിച്ചത്, പാൻഡമിക് ആയിരുന്നു ആ സമയം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇത് ഇവോൾവ് ആയി വന്നതാണ്. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന നിമിഷ്, ബംഗ്ലാൻ, ഇവരെല്ലാവരും ഒബ്ലിവിനിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വി ഓൾറെഡി ഹാഡ് എ ക്രിയേറ്റീവ് പാർട്ട്ണർഷിപ്പ്. പിന്നെ ഇതിൻ്റെ ക്രിയേറ്റീവ് ടീമിലെ ഭാഗമായ ജിതിൻ പുത്തഞ്ചേരി, ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ വി റിയലൈസ് ദ പൊട്ടൻഷ്യൽ ഫോർ ടെലിംഗ് എ മച്ച് ലാർജർ സ്റ്റോറി. അങ്ങനെയാണ് ഇത് ചാപ്റ്റർ 1 ആക്കിയതും ബാക്കി ഇനി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ലോകം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതും. So it's an exciting time for me. കാരണം ഇപ്പോൾ 28th ലോക റിലീസ് ആവുന്നു, 29th നാലര സംഘം റിലീസ് ആവുന്നു, 6-നും 7-നും ബൈ ബൈ ബൈപാസ് ഞങ്ങളുടെ നാടകം, റോഷൻ മാത്യു ഡയറക്ട് ചെയ്യുന്ന നാടകത്തിന്റെ 9ാമത്തെയും 10ാമത്തെയും ഷോ ആണ്. ഇപ്പോൾ ഓണക്കാലം ശരിക്കും ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. വർക്കിയും ബൈ ബൈ ബൈപാസിലെ ഒരു മെമ്പറാണ്, ഞങ്ങളുടെ മ്യൂസിക് ചെയ്തിരിക്കുന്ന വർക്കിയാണ്. അപ്പോൾ ബൈ ബൈ ബൈപാസിലുള്ള കുറെ പേര് നാലര സംഘത്തിലും ഉണ്ട്, ദർശന, അനൂപ്. അപ്പോൾ ഇതിനെല്ലാം പോകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വർക്കിംഗ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്, ബിക്കോസ് വി ആർ ഓൾ ഇൻ ഈച്ച് അതേഴ്സ് ലൈഫ് സോ മച്ച് നൗ. സോ ഇറ്റ്സ് എൻ എക്സൈറ്റിംഗ് ടൈം ആസ് എൻ ആർട്ടിസ്റ്റ് ടു ബി ഓൺ സ്ക്രീൻ, ബിഹൈൻഡ് ദ സ്ക്രീൻ ആൻഡ് ഓൺ സ്റ്റേജ്. ലൈക്ക് ഒരു ഭയങ്കര രസമുള്ള ഒരു ഓണം കൂടെ ആവുന്നു. അതെ, ഐ മീൻ ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഐ കുഡ് നോട്ട് ഹാവ് പ്ലാൻ. കാരണം നമ്മൾ നാലര സംഘം ഷൂട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം 2024 ജാനുവരിയിലാണ്. അപ്പൊ അത് ലോകയുടെ കൂടെ റിലീസാവും നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. അപ്പൊ ഇറ്റ്സ് റിയലി ഐ മീൻ
all of these projects, all 3 projects are very close to my heart. അപ്പോൾ ലോകയ്ക്ക് 5 വർഷം ഇങ്ങനെ ക്യാരി ചെയ്ത ഒരു ബേബിയാണത്. നാലര സംഘം ഡിസംബർ 2023 മുതൽ ഉള്ള ഒരു ഡിസ്കഷൻ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. ബൈ ബൈ ബൈപാസ് ഓൾസോ ഞങ്ങൾ 2019 ഒരുമിച്ച് നാടകം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പിന്നെ നാടകം ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഐ എം റിയലി ഫീലിംഗ് വെരി ബ്ലെസ്ഡ്. മ്യൂസിക്കിലേക്ക് വരുന്ന സമയത്ത് അതിൽ റൊമാൻസ് ട്രാക്ക് ഭയങ്കര രസമുള്ളൊരു ഫ്ലേവർ അതിനകത്തുണ്ട്. ലൈക്ക് ക്യാൻ യു സിംഗ് ഓർ ലൈക്ക് ഏതെങ്കിലും ഒന്ന് അത് തന്നെ വേണമെന്നില്ല. സോ ഈ പ്രേമ പാട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എഴുതിയത് അനിൽ ലാലാണ്. നമ്മൾ ഈ സീരീസിന്റെ മൊത്തം സീരീസിൽ കുറേ സോങ് റൈറ്റേഴ്സായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റി. അനിൽ ലാൽ, അലീന എന്ന് പറഞ്ഞ പോയറ്റ് കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറേ അമേസിങ് ടാലൻസിനാണ് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റി. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പാട്ടിലേക്ക് കാണാത്തത് കാണണതെന്തേ പ്രേമമതേ നീ നോക്കണതേ പാടാത്തൊരു പൂക്കാലം വരവാകുന്നു. കാണാത്തത് കാണണതെന്തേ പ്രേമമതേ നീ നോക്കണതേ പാടാത്തൊരു പൂക്കാലം വരവാകുന്നു. വന്നിട്ടുണ്ടേ പിരിഞ്ഞിട്ടുണ്ടേ നിന്നെ കൊണ്ടേ പറക്കണ മോഹങ്ങൾ. കടലാസിലൊരുങ്ങണ വഞ്ചിയിലേറി പോകണ സ്വപ്നത്തിൽ പുഴപാടും പാട്ടിൽ നിന്നോളം കിളിവാലു കിലുങ്ങണ വഞ്ചി പോലെ താളം തുള്ളുമ്പോൾ കരയാകണതും കടലാകണതും അറിയാതെ തേടുമ്പോൾ വാനിലം വെളിരാവിലെത്തണ താരകങ്ങൾ പൂത്തു നിൽക്കണ നീലമുന്തിരി നീരൊരുക്കണ കൂടി വരുന്നോരാനന്ദം. തനാ തനനാനനനാനേ താനനനേ തനാനനനേ താനാ തനനാനനനാനേ താനനനേ തന്നാനാനേ ആ തനാനാനാനേ ആ തന്നാനാനേ ആ തനാനനനാനേ താങ്ക് യു സോ മച്ച് both of you. ഭയങ്കര രസമുണ്ടായിരുന്നത് വിത്ത് ദ സീൻ. ഭയങ്കര രസമുണ്ടായിരുന്നു ആ ജേർണി. ലൈക്ക് കാണുമ്പോൾ ഉള്ളത് ഈ താനന്നയ്ക്കും ഇതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട് കേട്ടോ. അപ്പം അത് നാലര സംഘം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഇത് ഈ ഒരു മ്യൂസിക് വേറൊരു സീക്വൻസിലേക്ക് വരും. അവരുടെ കോർട്ട് അറ്റാക്ക് സീനിന്റെ ഇറ്റ്സ് ഭയങ്കര രസമല്ലേ ഒരു ട്രാക്ക് എന്നത് വേറെ സ്ഥലത്തേക്ക് വരുമ്പോൾ അതിന്റെ പേസേ മാറുന്നത്. റിയലി അമേസിങ്. സോ ഐ വാച്ച് ദിസ് ദ പ്രിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇറ്റ്സ് ഒരേ സമയം കോമഡി, ഇറ്റ്സ് ബ്ലെൻഡിങ് വിത്ത് ത്രില്ലർ. ഇത് ഭയങ്കര രസമുള്ള ഒരു കോംബോ ആയിരുന്നു. ഐ എം സോ എക്സൈറ്റഡ്. ഇത് സോണി ലിവിൽ വന്നിട്ട് ഒരുപാട് ആളുകളെ ഇതുപോലെ എക്സൈറ്റ് ചെയ്യിക്കട്ടെ എന്ന്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു ഫോർ ദിസ് എനർജറ്റിക് ടോക്ക്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.